ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മീറ്റ് മസാല, ഒരല്പം ഗരം മസാല, കുറച്ച് നാരങ്ങ നീര് കൂടി കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പ്, ഒരല്പം കേട്ടിട്ട് നമുക്ക് ഇല്ലാതുകൊണ്ട് ഒരല്പം ഓയിൽ കൂടെ വെച്ച് നമുക്ക് അടിപൊളി മിക്സ് ചെയ്തെടുക്കാം. മസാല ഒരേത് നമുക്ക് പോത്തിൽ തേച്ച് വയ്ക്കാം. ഓക്കെ മതി. ഇനി 2 മണിക്കൂർ റെസ്റ്റിലിരിക്കണം. നമുക്ക് കരി വെച്ചതാ, കുറച്ച് കർപ്പൂരം ഇട്ട് പിടിക്കണേ. നമുക്ക് പോത്തിന് കിഴിയുള്ള സ്റ്റാൻഡ് റെഡിയാണ്. പോരെ അടിപൊളി. 3-4 മണിക്കൂർ നമുക്ക് കറക്കാം അല്ലേ? എന്നാലും എന്തെങ്കിലും ആവുള്ളൂ. മസാല ബാക്കിയുള്ള മസാല ഇടുന്നു. ഓയിലൊക്കെ ഇവിടെയൊക്കെ കാര്യമൊന്നുമില്ല. സെൻറ്ററിലൊക്കെ ഉണ്ടോ? മസാല വിട്ട ഉപ്പിലേക്ക് മസാല അങ്ങനെ പകുതിയായി. പോത്ത് വാഴ മുറിഞ്ഞാണ് വാഴ പൊങ്ങി അക്കലൊക്കെ മുറിഞ്ഞു ചെതർന്നു. തോന്നുന്നു കുറെ നേരം ആയത്. എന്തായി നോക്കിന് നോക്കാം അല്ലേ? ഓക്കെ ഒന്ന് കട്ട് ചെയ്തല്ലേ? ആഹാ അടിപൊളിട്ടാ, നല്ല മണവും. ഇത് നട്ടല്ലേ ഇവിടെ തരത്തിൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാ. ഭയങ്കര ചൂടാ. അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ടാ, പക്ഷെ പിടിച്ച് വലിക്കാൻ പറ്റാ മാത്രം. ആഹാ നല്ല മണമല്ലേ? മണം കേട്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് ടേസ്റ്റ് വെക്കാം. പിന്നെ കട്ടിയല്ലേ വാരിലൊന്നും ഇല്ലടാ അല്ലേ? വറ്റിപ്പോയിട്ടെ ടേസ്റ്റ് അതാണ് ടേസ്റ്റ് അല്ലേ? ഓക്കെ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകണം. അങ്ങനെ നമ്മൾ കുറേ കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ എടുത്തിട്ട് നമ്മളെ ഗ്രില്ലിൽ തന്നെ തൂക്കിയിട്ടുണ്ട്. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്താ സ്ഥിതി നോക്കാം. അടിപൊളിയല്ലേ? നല്ല ടേസ്റ്റിന് അടിപൊളി. നീ പറഞ്ഞപ്പോൾ ഒന്നും കേട്ടാ സംഭവം തൊടിയ ക്രിസ്പി ആയിട്ടാ. ഇത് പോത്തിന് വേണം. സൂപ്പർ ടേസ്റ്റ്. നല്ല ക്ഷമമാണ്. രാവിലെ തുടങ്ങി പരിപാടി എപ്പോഴാണ് കാര്യം ഇറക്കി കിട്ടാം. നല്ല ക്ഷമയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര വേണം. നമ്മളൊരു കുട്ടി പോത്തിനെ വായതുള്ളേ വലിയ കുഴപ്പമില്ല. ഇനി ചില ഭാഗങ്ങൾ കാലിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ചില പോകുന്നില്ലേ? ഗ്രില്ലിൽ ഒന്നുകൂടെ നമ്മൾ ഇറക്കി വെച്ചോളൂ. കാരണം നമുക്ക് ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് അതിന് മണം കേട്ട് ഞാൻ രാവിലെ പണിയാണ്. അപ്പോൾ മണം കേട്ട് നിൽക്കാൻ പറ്റില്ല. സംഗതി എങ്ങനെ അടിപൊളി ടേസ്റ്റ് ഇട്ടാ. ഭയങ്കര ടേസ്റ്റ്.
പോത്ത് ഗ്രില്ല് ഒന്നും പറയാൻ കേട്ടാ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തതും കുറേ പാർസലായി കൊടുക്കാം. നമ്മൾ നമുക്ക് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് നമ്മൾ കൊടുക്കാം. അപ്പോൾ ഈ കട്ട് ചെയ്ത പീസ് നമുക്ക് പാർസലാക്കാം. നമ്മൾ കഴിച്ചതിന് ശേഷം ഇത് പാർസലാക്കാം. ഞങ്ങൾക്ക് പണി തീർന്നില്ല. ഇനി നമുക്ക് ഒന്ന് കറക്കണ്ടേ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്ക് അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലേക്ക് പോയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ അല്ല നമുക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചതായിരിക്കും. അപ്പോൾ നമുക്കത് കറക്കണം. ഇതൊന്നും മസാലല്ലേ ബാക്കിയാട്ടാ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ബാക്കിയൊക്കെ ഒന്നുകൂടെ മസാലയൊക്കെ ഒന്നുകൂടെ ഗ്രിൽ ചെയ്താൽ അല്ലേ പൊളിക്കും. സംഗതി ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടല്ലേ.